അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ദുആ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളെ കുറിച്ചാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ദുആ ചെയ്യല്, അള്ളാഹുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമുക്ക് മനസ്സിന് തന്നെ ഒരു ആശ്വാസമാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ പരാതികളും എല്ലാം പറയാനും എല്ലാം കേൾക്കാനും നമുക്കുള്ളതാണ് പടച്ച റബ്ബ്. റബ്ബിനോട് നമ്മൾ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു നമുക്ക് ഇൻഷാ അല്ലാഹ് ഉത്തരങ്ങൾ തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് അവനിലേക്ക് വല്ല ആവശ്യവും പറഞ്ഞ് അവന്റെ ദാസൻ കൈകൾ ഉയർത്തിയാൽ അതിലൊന്നും നൽകാതെ മടക്കി വിടുന്നതിനെ തൊട്ട് ലജ്ജിക്കുന്നു. നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ അള്ളാഹുവിനോട് മനമൊരുക്കി ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും അത് മാറ്റി തരും. ദുഃഖങ്ങൾ വരുമ്പോൾ മാത്രമല്ല, സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ അടുക്കണം, അള്ളാഹുവിനോട് പറയണം, അൽഹംദുലില്ലാ പറയണം, അള്ളാഹുവിനെ ഓർമ്മിക്കണം, നിസ്കരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കല്യാണത്തിന് പോയാൽ അവിടുന്ന് നമ്മൾ നിസ്കാരങ്ങൾ കളാക്കാൻ പാടില്ല. പെരുന്നാൾ വരുമ്പോൾ അള്ളാഹനെ മറന്ന് ഒന്നും കളിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഉത്തരം ലഭിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ദിവസങ്ങൾ, ഏറ്റവും ചാൻസ് ഉള്ള സമയങ്ങളാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രികൾ, ലൈലത്തുൽ ഖദർ ലഭിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മനമുരുകി ദുആ ചെയ്യുക. രാത്രിയിൽ ഒലിച്ച എന്നൊക്കെ പറയൂലേ, നമ്മള് സുബഹിന്റെ മുമ്പ് ഒരു 2 മണി 1 മണി ആ ഒരു സമയം, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് നമ്മൾ എണീറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പൊ അള്ളാഹു സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ ഫർള് നിസ്കാര ശേഷവും ദുആക്ക് ഉത്തരം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാങ്ക് കൊടുത്താൽ ഇഖാമത്ത് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിലുള്ള ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും ചാൻസ് ഉണ്ട്. എല്ലാ രാത്രിയും ഒരു സമയം നമ്മൾ എണീറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഫർള് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മഴ വർഷിക്കുമ്പോൾ, വെള്ളിയാഴ്ച ഒരു സമയം, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് അണിനിരക്കുമ്പോൾ, അതായത് ദീനിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി അവിടെ ഒരു യുദ്ധങ്ങളായി മാറുമ്പോൾ അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. നല്ല നിയ്യത്തോടു കൂടി സംസം വെള്ളം കുടിക്കുമ്പോൾ ദുആ ചെയ്യുക. സുജൂദിൽ നിന്നിട്ട് ദുആ ചെയ്യുക. രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ പറയേണ്ട ദുആ ചൊല്ലി ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു ആയത്ത്, ഈ ഒരു ദിക്ർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ഈ ഒരു ദിക്ർ ചൊല്ലൽ അതിശ്രേഷ്ഠമാണ്. ഈ ഒരു ദിക്ർ ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് ഉടനെ ദുആ ചെയ്യുക. ഒടുവിലെ അത്തഹിയാത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്തും ചൊല്ലിയ ഉടനെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇസ്മുൽ ആലത്തിൽ പെടുന്ന ദിക്റുകൾ, അള്ളാന്റെ നാമങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ഉടനെ തന്നെ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒന്നാണ്. സഹോദരന്റെ അസാന്നിധ്യത്തിൽ ഉള്ള ദുആ, അറഫാ ദിനത്തിൽ അറഫയിൽ വെച്ചുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും. റമളാനിലുള്ള ദുആ, ഖുർആൻ ഖതം തീർത്ത ഉടനെ അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക. ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയാലുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും. ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. കാരണം ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിക്കുകയോ ഒരാളെ കൊണ്ട് കുറ്റം പറയുകയോ അല്ലെ ഒരാൾക്ക് മനസ്സിൽ വിഷമം വരേണ്ട എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ആ ഒരു വ്യക്തി നമ്മുടെ നേരെ ദുആ ചെയ്താൽ അള്ളാഹു ആ ഒരു വ്യക്തിയുടെ ദുആ പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ, ഹലാലായ യാത്രക്കാരന്റെ ദുആ, നോമ്പുകാരന്റെ ദുആ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുമ്പോഴുള്ള ദുആ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളുടെ ദുആ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ദുആ ചെയ്യണം. എന്നാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും. വുളുവിന് ശേഷം പറയപ്പെട്ട ദുആ, അതിനുശേഷം നമ്മളുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ജംറകളെ എറിഞ്ഞ ഉടനെയുള്ള ദുആ, സഫാ മറുവ, മശ്അറുൽ ഹറാം എന്നിവിടങ്ങളിലെ ദുആ. ഇവകളല്ലാതെയും ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെട്ട സ്ഥലങ്ങൾ, സമയങ്ങൾ, പ്രത്യേക ദുആകൾ എല്ലാം ഉണ്ട്. സത്യവിശ്വാസികൾക്ക് ഏതവസ്ഥയിലും തന്റെ റബ്ബിനോട് ദുആ ചെയ്യാം. ഉത്തരം പ്രതീക്ഷിക്കുകയും വേണം. ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടേ നമ്മൾ ദുആ ചെയ്യാവൂ. അതിനാണ് ഏറ്റവും പുണ്യം. ദുആ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ദുആയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും മനഃശക്തി. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ
കനങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കും പോലെയാണ്. മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. ദുആ ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയുക. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് താഴ്മയോടെ ദുആ ചെയ്യുക. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയും പോലെ അഭിനയിച്ചിട്ടെങ്കിലും നിങ്ങൾ ദുആ ചെയ്തോളി, അതിനും പുണ്യം കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സമയങ്ങളൊക്കെ നോക്കി ആ ഒരു സമയത്ത് മാക്സിമം ദുആ ചെയ്യാനായിട്ട് ഉൾപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കുടുംബക്കാർക്കും കുടുംബ ഗ്രൂപ്പിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.